ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ അനിയത്തിയുടെ 9ാം മാസത്തിലെ ചടങ്ങാട്ടോ, വയറ് കാണാൻ വരികയാണ്. ഞങ്ങൾ ആകെ കുടുങ്ങിയിരിക്കുക കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് മോട്ടർ അടിക്കാൻ വെള്ളമില്ല. മോട്ടർ അടിച്ചാലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആകെ കുടുങ്ങിയിരിക്കുക. ടാങ്കിലുള്ള വെള്ളമൊക്കെ കഴിയാനായി. അപ്പോൾ അതാ തറവാട്ടത്തെ മേമി വലിയ അനിയത്തിയും ചിക്കൻ കഴുകുക കേട്ടോ. അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഭയങ്കര ഇരുട്ട് പോലെ. അപ്പൊ ഒന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പൊ തന്നെ 11 മണിയൊക്കെ ആയിട്ടോ. അവര് 12 മണിയാകുമ്പോഴത്തേന് വരുന്നൊക്കെ പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കാണ്. വലിയ അനിയത്തി വന്നു, പിന്നെ മേമന്മാരുണ്ട് ഇവിടത്തെ. അപ്പൊ ചിലവരൊക്കെ ഇവിടെ വന്നു പോയി സഹായിക്കാൻ. കുറെയൊക്കെ ഞങ്ങള് ചിക്കന് ഉള്ള ഇതൊക്കെ ഉള്ളിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ അമ്മയും എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. രാജേട്ടനും നേരത്തെ എത്തി. അച്ഛനെ വിളിച്ചത്, അച്ഛന് പണിയുണ്ട് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ വന്നിട്ടില്ല കേട്ടോ. പൈസ അങ്ങനെ വെള്ളമൊക്കെ വന്നു കേട്ടോ. കറണ്ട് വന്നു, വെള്ളം വന്ന് കുളി കഴിഞ്ഞു. പണിയൊക്കെ അത്യാവശ്യം കുറേശ്ശൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവര് വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഇവിടെ വെച്ചു കേട്ടോ. തറവാട്ടിൽ വലിയൊരു ചെമ്പിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് അത് അടപ്പ് ഇല്ല അത് വെക്കാനേ, അതുകൊണ്ട് ഇല വെച്ചിരിക്കുന്നത്. ചോറ്, കറി, ചോറും ഒരു സാമ്പാറും ഒരു ഉപ്പേരി, പിന്നെ പപ്പടം, പിന്നെ പൊറാട്ട കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊറാട്ട പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ അത് രാജേട്ടൻ വരുമ്പോൾ, രാജേട്ടനും വലിയ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടിയും പോയിട്ട് വരുമ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ, ചോറ്, കറികളൊക്കെ റെഡിയായി. ഗൈസ് ഇതാട്ടോ ധനി ബേബി, ഇതാ ധനി ബേബി, ധനി ബേബി. ഹായ് പറഞ്ഞ ധനി ബേബി. ഇവിടെ ഇവിടെ ധനി പുറത്തുള്ള ആൾക്കാരെ നോക്കണത്. വരുന്നവർക്ക് വഴി തെറ്റിയിരിക്കുകയാണ്. അവര് നേരെ കനാലിൽ കൂടെ കണ്ടോ, കനാലിൽ കൂടെ അങ്ങനെ ഫ്രണ്ടിക്ക് പോയി. അപ്പൊ ഇനി അവരെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് രാജേട്ടൻ കേട്ടോ. നിങ്ങള് വീഡിയോയില് പറയാ മേമ കേട്ടോ. മേമയ്ക്ക് ഇതെന്താ സംഭവം എന്ന് അറിയില്ല. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, എന്നുള്ളതൊന്നും അറിയില്ല. മേമ ഇന്നാണ് ഞങ്ങളുടെ വീഡിയോയിൽ വന്നത് കേട്ടോ. ഇതിന്റെ നമ്മുടെ നേരെ താഴെ അനിയത്തിയാണ്. അതിനിടയിൽ ഇവിടെ ഞങ്ങളുടെ റോഡ് പണി കേട്ടോ. അതുകൊണ്ട് ഇവിടെ പണിക്കാരും ഉണ്ട്. എല്ലാ തിരക്കും കൂടിയാണ്. വെള്ളമില്ലായിക, കറണ്ട് ഇല്ലായിക. ഇതാണ്ടോ ആൾക്കാർ പണിയെടുക്കണുണ്ടോ. പണിക്കാരുണ്ട്, റോഡ് പണിയാണ്. ചോറും കറികളും എല്ലാം റെഡി ആയപ്പോഴേക്കാ പിന്നെ സമാധാനമായിട്ടോ. ആ സമയത്തൊക്കെ കഴിഞ്ഞിട്ട് അവള് 12 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ ആ സമയത്തൊന്നും അവരെത്തിയില്ല കേട്ടോ. പിന്നെ അവരെത്തിയിരിക്കുന്ന 1 മണിയൊക്കെ ആയി. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. അവർക്ക് ഞങ്ങൾ ഫസ്റ്റ് കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ ഇളയച്ചന്മാർ കഴിച്ചു, കുട്ടികളും ഒക്കെ കഴിച്ചു. അപ്പം എല്ലാവരും ഇരുന്നതിന് ശേഷം ഞങ്ങളാട്ടോ ലാസ്റ്റ് ഇരുന്നത്. പിന്നെ അമ്മയും പിന്നെ വന്നവരും അവിടെ നിന്നൊരു 4 പേരൊക്കെ വന്നു കേട്ടോ. അപ്പം അവരെല്ലാവരും കൂടിയിട്ട് സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. വെറ്റിലേക്ക് മുറുക്കും. കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പം അവരൊക്കെ വെറ്റില മുറുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ അവരതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് അവരങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കും കഴിക്കണമല്ലോ. ഏട്ടനും ഷിബു എല്ലാവരും കഴിക്കുക കേട്ടോ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് കഴിക്കാൻ പറഞ്ഞിട്ടേ. ഞങ്ങൾ പിന്നെ അവരൊക്കെ വന്ന് പോയാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ നിന്ന് കഴിക്കാമല്ലോ. ഇനി അവർ തിരിച്ചു പോകുമ്പോൾ ഇനി ബസ്സിനാ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ടാട്ടോ അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്നു. അവർ ഇതാ പോവാൻ റെഡിയായി. അപ്പോൾ അനിയത്തിയുടെ അമ്മ ആ വഴിക്കാണ്. അവർ കുറച്ച് മുമ്പിൽ ഇറങ്ങും, ഇവർ കുറച്ച് അങ്ങ് മണ്ണാർക്കാടാണ് അവർ ഇറങ്ങുക. ചെറിയ അനിയത്തിയുടെ അവിടെ നിന്ന് വന്നവർ. അപ്പം അമ്മ കൊറ്റിയോടെ ഇറങ്ങും. അപ്പോൾ അവരുടെ ഒപ്പം പോകുമ്പോൾ ഒരാളായാലോ, അമ്മയ്ക്ക് കൂട്ടായാലോ പറഞ്ഞിട്ട് അമ്മ പോവുകയാണ്. അപ്പോൾ പൂരത്തിനൊക്കെ ക്ഷണിക്കുകയാണ് കേട്ടോ അമ്മ നിന്നിട്ട്, അവരവിടുത്തെ പൂരത്തിന്. അപ്പം അങ്ങനെ വന്നവരൊക്കെ പോയി. ഞങ്ങൾ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് എന്തൊക്കെ ഐറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ഞങ്ങൾ നോക്കുക കേട്ടോ. ഞാനുണ്ട്, അനിയത്തിൻ്റെ, മേമന്മാരുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഇരുന്നിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. സന്തോഷം എന്താ, സമാധാനം എന്താ, രാത്രി ആയാലും പകലായാലും ഞങ്ങൾക്ക് ഉറക്കല്ല. കാരണം ഞങ്ങളുടെ
രോഗിയായൊരു മേമ ഉണ്ടായിരുന്നു. ആ മേമ ഇപ്പോൾ മരിച്ചിട്ട് 2-3-4 വർഷമായിട്ടുള്ളൂ. 2019 മരിച്ചത്. പിന്നെ അമ്മമ്മ മരിച്ചത് 2016. അമ്മമ്മ 10-35 വർഷമായിട്ട് ഒരേ കിടപ്പിലായിരുന്നു. കാലൊന്നും നിവർത്താനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഏത് സമയം ഒരാൾ വേണം. ഒരു ചെറിയ മേമയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു മേമയുടെ. ആ മേമ ഇപ്പോൾ തറവാട്ട് വീട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു മേമയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മേമയ്ക്കൊന്നും രാത്രിയും പകലും ഉറക്കല്ലാത്തതുകൊണ്ട് മേമ വെള്ളം കണ്ട ഓടിപ്പോയി ചാടും, കിണർ കണ്ട ഓടിപ്പോയി ചാടും. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഉറങ്ങാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാനോ ഒരു ജോലിക്ക് പോകാനോ ഞങ്ങൾക്ക് ഒന്നിനും ഒരു സ്വൈരോ സമാധാനോ ഞങ്ങൾ കുട്ടികൾക്കായാലും ഈ മേമന്മാർക്കായാലും ആർക്കും ഉണ്ടായിട്ടില്ല. നല്ലൊരു സന്തോഷത്തോടു കൂടി ഒരു ഓണമായാലോ ഒരു വിഷു ആയാലോ ഒന്നും ഞങ്ങൾക്ക് ഒരു നാഴി അരി ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ വിട്ട് വെച്ചത് നേരം പോലെ കുടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അതിന് സമയം കിട്ടിയില്ല. കാരണം മേമ ഏതെങ്കിലും ഓടിപ്പാഞ്ഞുകൊണ്ട് പോവും. അപ്പം അതിനെ പിടിക്കണം. കുറേ ഞങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തൃശ്ശൂരൊക്കെ കൊണ്ടുപോയി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ കുറേ മരുന്നുകളും കുറേ അതിൻ്റെ പിന്നാലെ പോയി. പിന്നെ മേമയ്ക്ക് സമയം എടുത്തുണ്ടാവും, നോക്കിയില്ല എന്നൊന്നുമില്ല. ഒരുപാട് നോക്കി ഞങ്ങൾ കണ്ണു ഒഴിച്ച് മരുന്ന് കൊടുത്തിട്ടൊക്കെ. പിന്നെ 2019 മേമ മരിച്ചതൊക്കെ. പിന്നെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളെല്ലാവരും മേമന്മാരും അങ്ങനെ ഒത്തൊരുമിച്ചിട്ടുള്ളൊരു സന്തോഷം സമാധാനം. ഞങ്ങൾ കുട്ടികളൊക്കെ വരുമ്പോൾ കേട്ടോ, ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം നിമിഷങ്ങൾ കേട്ടോ. എല്ലാവരും ഒത്തൊരുമിച്ചൊരു ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഒരു സന്തോഷമായിട്ടൊന്ന് ചിരിക്കുക. ഓണം വിഷു എന്നായാൽ ഞങ്ങൾ ചോറ് വെക്കില്ല. ചോറ് വെച്ചിട്ട് കാര്യമല്ല. ചിലപ്പോൾ ഞങ്ങൾ ചോറ് എന്തെങ്കിലും അടുപ്പത്തിട്ടുണ്ടെങ്കിൽ മേമ വല്ല ഊരിയുടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിടും അടുപ്പത്ത്. അങ്ങനെയൊക്കെ ആയിരുന്നു മേമ. അപ്പം നമുക്ക് അങ്ങനെ പറയാനൊന്നും ഒരു മടിയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയണത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, സപ്പോർട്ട് ചെയ്തു, മെസ്സേജ് അയച്ചു, അങ്ങനെ എല്ലാവരുടെ സ്നേഹം അറിയിച്ചു. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ഇനി ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഞങ്ങളിതാ എല്ലാം ഓരി വെച്ച് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കാവിൽ വിളക്ക് തുടങ്ങുകയാണ്. അപ്പം അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചും പോകുന്നു കേട്ടോ. ഞാനും രാജേട്ടനും കുട്ടിയൊക്കെ. അനിയത്തി കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞിട്ട് അവൾ വെയിറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് കുറച്ച് മാങ്ങയൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചു കേട്ടോ. അതുമെല്ലാം ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം കൂടിയിട്ട് അനിയത്തി ഞങ്ങളെ വണ്ടിയിലേക്ക് ആക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് നോക്കുമ്പോൾ കനാലിൽ വെള്ളം വിട്ടിരിക്കുന്നു. നല്ല വെള്ളം കേട്ടോ. കാഞ്ഞിരപ്പുഴയിൽ ഡാം തുറന്നു. അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നല്ല പോണ് കനാല്. അപ്പോൾ നിറച്ച് വെള്ളമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ചാടി കേട്ടോ. ഇതോടൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് ചാടി ഓടി കളിച്ച സ്ഥലമാണ്. അപ്പം അങ്ങനെ ഇതാ അനിയത്തിയും കുട്ടികളും വന്നപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞു. ധോനി ബേബിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പനിക്ക് അവൾ മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ, അവളെ ശ്രദ്ധിക്കണം എന്നൊക്കെ അങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ കുട്ടികളോട് ബായ് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബായ്.